ഹായ് ഗായ്സ്, ബാക്ക് ടു പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടി നമ്മളെ ഫ്രണ്ട്സും എല്ലാവരും കൂടി പടത്തിന് പോവാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ കാത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഒന്നിങ്ങനെ ഖലീഫ ബുക്ക് ചെയ്തിരുന്നു 12:45. അപ്പോൾ അതിനിങ്ങനെ പോവാണ്. അപ്പോൾ ആ പടം എങ്ങനെയൊക്കെ ഉണ്ട്, എങ്ങനത്തൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ പറയാം. ഗായ്സ്, ഈ ചീറിപ്പാഞ്ഞ് വരുന്നതാണ് നമ്മളെ വണ്ടി. അപ്പോൾ ഗൈസ്, നമ്മളിതാ പടത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശിവന് എന്താ പറയാ, നേരം വെക്കി നമ്മള് എന്നും നേരം വെക്കും അല്ലേ? 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് പടത്തിനെത്തല്. അതെ, ഞങ്ങളെപ്പോ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ ഉണ്ടാവല്. ശിവോ മെല്ലെ പോയിക്കോ, ഇവിടെ വളവും തിരിവക്കള്ളാണ്. അവിടെ നായൊക്കെ കൂടി ശില്പൗട്ടാ, മെല്ലെ പോ. വണ്ടി ഒരു രക്ഷയെ പെരുമ്പോക്കാണ്. അള്ളൻ്റെ അമ്മ സൗല് വെള്ളത്തൈല് മൂത്തായിരം മൈസൂർക്കാൻ കുപ്പായിട്ട് കജ്ജിച്ച് ചാടി അതാ പെരുമ്പോക്ക്. അപ്പോ വണ്ടി ഞങ്ങളെല്ലാ പോക്കിലും ഞങ്ങള് ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ആ ഒരു പടം തുടങ്ങണതിൻ്റെ ആ ഒരു ഫസ്റ്റത്തെ ഭാഗം ഞങ്ങൾക്ക് കിട്ടലില്ല. അതാണ് ഞങ്ങളെ ഏറ്റവും വലിയത്. അതായത് 12:45 പടം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോക്ക് 12:40 അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണ് ഞങ്ങളെ സ്ഥിതിഗതികൾ. കുറച്ച് ടീം ഞങ്ങളാണ് ഇപ്പോൾ നേരം വൈകിയ ആൾക്കാർ. കുറച്ച് ടീം എന്തെയാണ് അപ്രാവശ്യം കുറച്ച് നേരത്തെ പോയിക്കണേ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെ, ഒരാൾ ഇപ്പോഴും കുളിക്കണുള്ളൂല്ല. അപ്പോൾ ആളായിട്ട് വരാൻ പറഞ്ഞിരിക്കണ്. അർജൻറ്റായിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഈ വൈലത്തൂരങ്ങാടി പിന്നെ ഇങ്ങനെ കേട്ടോ പെരും ബ്ലോക്കാണ്. ഒരു ഉസുറും വിളിയാത്തൊരു അങ്ങാടി കേട്ടോ. നമ്മളെ നാടായതുകൊണ്ട് പറയല്ല. അതെ, ഇവിടെ ഇവിടെ എപ്പോഴാ ബ്ലോക്ക് ചെയ്യാത്ത പറയാണ്ട അല്ലേ? പെരുന്നാൾ മാസം വന്നായിരുന്നു. എപ്പോഴും ബ്ലോക്കാണ് ഇവിടെ. പതിവ് പോലെ ഞങ്ങളിതാ തിരൂര് കിടന്ന് ഇങ്ങനെ അലയാണ്. കാരണം ഇതന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇതിങ്ങനെ ആവുന്നു. ഇതാ പെരും ബ്ലോക്കാണ് ഇവിടെ. ഇങ്ങനെ 5 മിനിറ്റ് ഉണ്ടായി, എന്തായാലും അവിടെ എത്താൻ കഴിയൂല. പതിവ് പോലെ ഫസ്റ്റത്തെ ആ ഒരു സാധനം എന്തായാലും പോകും. എന്തൊരു ബ്ലോക്കാണ് ഗൈസ്, വല്ലാത്തൊരു ഇടങ്ങറ്. ഒക്കെ ബ്ലോക്കായിട്ട് ഗൈസ്. ഞങ്ങളിതാ റെയിൽവേൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു വഴിയുണ്ട്, അങ്ങനെയാണ് വരുന്നത്. ആകെ സ്ലിപ്പായിക്കണം മക്കളെ. ഇതാണ് അവസ്ഥ. ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ റോഡ് പണി എടുക്കാണ്. ഇതിൽ കൂടി നോ എൻട്രി ആണ്. എന്തായാലും പോയി നോക്കുകയാണ് ഞങ്ങൾ. അവിടെ ചിലപ്പം പോലീസ് മാമ നിൽക്കുന്നുണ്ടാവും. നല്ല ആട്ട് കേൾക്കും. ഞാൻ ഗ്ലാസ് പൊന്തിച്ച് നിൽക്കൂട്ടോ ശിബുവിന് കേൾക്കും. സ്ലിപ്പായി. ഇതും റോഡ് പണിയാണ്. ഇന്നത്തെ ദിവസം എന്തോ ഒരു കഷ്ടമാണ്. ഇതല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ വരണേ. ഇതാണ് അവസ്ഥ ഗൈസ്. ഇന്നിപ്പോ പടം ഇതൊരു തിയേറ്ററാണ്, അനുഗ്രഹ തിയേറ്ററാണിത്. ഞങ്ങൾ ഇങ്ങോട്ടല്ല വരുന്നത്, ഞങ്ങൾ CNC തിയേറ്ററിലേക്കാണ് പോകേണ്ടത്. നമ്മൾ കുടുങ്ങി. ഇത് അഞ്ഞി ഞങ്ങൾ തിരിച്ച് വന്ന വഴി കൂടി ഇങ്ങനെ പോവാണ്. പൊളി. ഇതാണ് മക്കളെ അവസ്ഥ. ഇന്നത്തെ പടം ഊമ്പി പന്നി ശിബു ഇവർ രണ്ടാളാണ് നേരം വെക്കിച്ച്. ഇതിപ്പോ എന്തായി? ഇതിപ്പോ ആകെ ഊമ്പി. അങ്ങോട്ട് ബാ, കറക്റ്റക്കാരെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതിപ്പോ ഇവിടെയും ബ്ലോക്ക്, അവിടെ റോഡ് പണി. എന്തത്താ ഇത് കഥ? സത്യം പറഞ്ഞ മെയിൻ റോഡിൽ കൂടി വന്നാ മതി. എണ്ണ കഴിഞ്ഞിട്ട് തള്ളാണ് എടുത്ത വല്ലാത്തൊരു കഥ. ഇങ്ങനൊരു പറഞ്ഞില്ല നമുക്ക് എൻട്രി കഴിഞ്ഞ ഞങ്ങളെങ്ങനെ ഉള്ള ബ്ലോക്കിലൊക്കെ കഴിഞ്ഞ് കുടിക്കേണ്ടപ്പോ വരുന്നത് വരും ബ്ലോക്ക്. ഞാൻ ഉള്ളിൽ കൂടി കയറിയപ്പോ അവിടെ റോഡ് പണി. നമ്മളെല്ലാ പടത്തിനും ഇങ്ങനെയല്ല. ഇന്നൊരു 5 മിനിറ്റ് നേരത്തെ ഇറങ്ങിയപ്പോള് അതെ, അത് വണ്ടിയാണ്. ഇതെങ്ങനെ ഞങ്ങളായി കൂടെ വന്നില്ലേ? അപ്പൊ ഫുള്ളി നോയം ജീവിച്ചാളാണ്. മെല്ലെ പോയിക്കോ, ശില്പമുണ്ട. നമ്മളിവിടെ എത്താനായിക്കണേ. അവിടെ നായി ശിബോ മെല്ലെ പോ. അവിടെ പൊട്ടം ഉണ്ടായി. ബസ് കയറണോ അതോ വണ്ടി പമ്പ് തള്ളണോ? എല്ലാ ഞങ്ങളെ കൂട്ടത്തില് എപ്പോഴും നേരം വെക്കണ ഒരാളാണിട്ടത് പടത്തിന്. അല്ലാ, ഞങ്ങൾ എപ്പ ഇറങ്ങിക്കണ നായി ഇങ്ങോട്ട് ഇവിടെ എത്തി നോക്ക്. ഗൈസ്, ഫൈനലി ഞങ്ങളിതാ ഒരു 25 മിനിറ്റ് ഞങ്ങൾക്ക് പോയി, 20-25 മിനിറ്റ് ഞങ്ങൾക്ക് പടം പോയി ഖലീഫ. അപ്പൊ ഞങ്ങളിതാ ഇവിടെ എത്താനായിക്കണ്. അൽഹംദുലില്ലാ, പടച്ചോന്റെ നസീബോണ്ടാണ് ഞങ്ങളിപ്പോഴും. ഞാൻ സത്യം പറഞ്ഞ പടച്ചോന്റെ എന്തോ ഒരു നസീബാണ് ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കണത്. എന്തുകൊണ്ടാണ്? കാരണം അമ്മായിര് പോക്കിയെന്ന് ഞങ്ങള്
ഇപ്പൊ ഫൈനലി നമ്മള് ഇവിടെ എത്തിയില്ലേ? ആ ഞാൻ 10 കണക്കാക്കി പോകുന്നതാടോ. കാരണം തിയേറ്റർക്ക് 10 ബൈക്ക് ആകുമ്പോ 10 ഉള്ളൂ. അതെ അതെ. ഇന്നാണെങ്കിൽ തിരൂര് പാലത്തിന്റെ അവിടെ ബ്ലോക്ക്, ഉള്ളിൽ കൂടി കയറിയപ്പോ അവിടെ റോഡ് പണി. ആ ചെങ്ങായി തിരിച്ചു പോവാൻ ഞാൻ വേറെ റൂട്ടിൽ പോയപ്പോ അവിടെ കൊസറി ഇവിടെ തന്നെ നിർത്തിക്കോ. ഇനി ബാക്ക് പറ്റൂല ഈ ഇറ്റോസിന്റെ ഇവിടെ ഇട്ടാളാ. ഞങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ നേരെ ചെയ്യാം. പോട്ടെ പോട്ടെ. അല്ലല്ല ഇവിടെ നിർത്തിക്കോ. ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തൽ തന്നെയാണ്. ഇവിടെ നിർത്തിക്കോ. ഇവിടെ ഇട്ടാ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ഓൾറെഡി നേരം വെക്കിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കി. ഓൾറെഡി അത്ര നേരം വെക്കണ്. പടം തുടങ്ങി എന്തൊക്കെ അയക്കണ്. കേറാൻ നിക്കാണ്. എല്ലാരും ഉണ്ട്. ഇതാ പോണ് ഞങ്ങള്. അയവാ പടം കണ്ട് ഇറങ്ങിയിട്ടുള്ളൂ. എൻ്റെ മോനെ ഓവറോൾ എന്താ പറയാനുള്ളത്? ഓക്കെയാണ്. സെറ്റ് ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ല. അതായത് എനിക്ക് വർക്കായിട്ടോ. എനിക്കും ഇവർക്കൊക്കെ പേഴ്സണലി ഞങ്ങൾക്കൊക്കെ വർക്കായി സാധനം. ഓക്കെ പടമൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളെ ഷോപ്പിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യണ ഷിബുവിനോട് നമുക്ക് ഒന്നുകൂടി അഭിപ്രായം ചോദിക്കാം. എന്താ ഷിബു? പടം 10/9. സീനാല് ബീജം കണ്ട് ഇരുത്തി കളി നമ്മള് സീനല്ലേ പറയാണ്ട. അതില് പിന്നെ 3 ക്യാരക്ടർ സർപ്രൈസും ഉണ്ട്. അതെ കണ്ടോക്കി പോയിട്ട് സെറ്റാണ്. ഒന്നും പറയാനല്ലേ? ഒന്നും പറയാനില്ല. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളിന്ന് പടം കണ്ട്. ബാക്കി ഇനി നിങ്ങൾ കാണുക, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എന്തായാലും അതെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ.